നമ്മുടെ സ്വാതന്ത്ര്യത്തിന് 7 പതിറ്റാണ്ടാവുകയാണ്. 1947 സാമ്രാജ്യത്വ ശക്തികളിൽ നിന്ന് ഇന്ത്യ വിമോചിപ്പിക്കപ്പെട്ടു. ദൗർഭാഗ്യകരമായ വിഭജനത്തിന് ശേഷമാണ് ഇന്ത്യ സ്വതന്ത്രയാകുന്നത്. നൂറ്റാണ്ടുകൾ സാമ്രാജ്യത്വ ശക്തികളുടെ അധിനിവേശത്താൽ വീർപ്പുമുട്ടിയിരുന്നു നമ്മളുടെ നാട്. നമ്മളുടെ രാജ്യത്തിന്റെ മണ്ണും മനസ്സും സ്വാതന്ത്ര്യത്തിനു വേണ്ടി ആഗ്രഹിച്ചു. നൂറ്റാണ്ടുകൾ നീണ്ടുനിന്ന ചൂഷണങ്ങൾ അവസാനിപ്പിക്കണമെന്ന് മതജാതിഭേദമന്യേ മുഴുവൻ മനുഷ്യരും ആഗ്രഹിച്ചു. ആ ആഗ്രഹത്തിന്റെ പ്രതിഫലനമായിരുന്നു നൈരന്തരികമായ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾ. ആ പോരാട്ടങ്ങൾക്കൊടുവിൽ രാജ്യം സ്വതന്ത്രമായി. മതാടിസ്ഥാനത്തിൽ വിഭജനവും കൂടി ഉണ്ടായിരുന്നില്ല എങ്കിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ മധുരം എത്രയോ ഇരട്ടിയാകുമായിരുന്നു. പക്ഷെ അത് സംഭവിച്ചു. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തത്. എന്നിരുന്നാലും നാം നേടിയ സ്വാതന്ത്ര്യം നമ്മളിൽ നിന്ന് വേർപെട്ടുപോയ പാകിസ്ഥാൻ നേടിയ സ്വാതന്ത്ര്യത്തെ പോലെയോ നമ്മളോടൊപ്പം സ്വതന്ത്രമായ ആഫ്രോ ഏഷ്യൻ രാജ്യങ്ങളുടെ സ്വാതന്ത്ര്യത്തെ പോലെയോ ഇടയ്ക്ക് വെച്ച് ക്ഷയിക്കുകയോ ദുർബലമാവുകയോ ചെയ്തില്ല. 1977 അടിയന്തരാവസ്ഥയുടെ 1.5 വർഷം മാറ്റി നിർത്തിയാൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് സാരമായ പോറലുകളൊന്നും ഏറ്റില്ല. ഒരുപക്ഷെ ഇത്രയും കാലം സ്വാതന്ത്ര്യത്തെ അതിന്റെ സമ്പൂർണതയിൽ പരിരക്ഷിക്കാൻ ഇന്ത്യക്ക് മാത്രമാകും സാധിച്ചിട്ടുണ്ടാവുക. ഒരുപാട് ദൗർബല്യങ്ങൾ നമ്മുടെ നാട്ടിൽ സ്വാതന്ത്ര്യത്തിന്റെ 70ാം പിറന്നാൾ ആഘോഷിക്കുമ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷേ നാം നേടിയത് വളരെ വലുതായിരുന്നു. ഒരുപാട് വികസന പ്രവർത്തനങ്ങളും പുരോഗതിയും നമ്മളുടെ രാജ്യത്തുണ്ടായി. നൂറ്റാണ്ടുകൾ വൈദേശികർ നടത്തിയ ചൂഷണത്തിന്റെ തിക്തഫലമാണ് ഇന്നും രാജ്യത്തിന്റെ പല ദിക്കുകളിലും നിലനിൽക്കുന്ന സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉച്ചനീചത്വങ്ങളും എന്ന് നമുക്ക് കാണാൻ സാധിക്കും. മതമൈത്രിയും മതസൌഹാർദ്ദവും ഊട്ടിയുറപ്പിക്കാനുള്ള പ്രതിജ്ഞയാണ് പുതിയ കാലത്ത് ഓരോ ഭാരതീയനും എടുക്കേണ്ടത്. മതസൌഹാർദ്ദവും മതമൈത്രിയും ഇല്ലാതാകുന്ന ഒരു നാൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം അർത്ഥമില്ലാത്തതായി മാറുന്ന നാളാകും. ഏതൊരു രാജ്യത്തിന്റെയും പുരോഗതി ആ നാട്ടിലെ ജനങ്ങളുടെ ഐക്യത്തിൽ അധിഷ്ഠിതമാണ്. അനൈക്യത്തോടുകൂടിയാണ് ഒരു ജനത മുന്നോട്ടു പോകുന്നതെങ്കിൽ എത്ര വലിയ പുരോഗതി ഉണ്ടായിട്ടും ഒരു കാര്യവും ആ നാടിനോ ജനങ്ങൾക്കോ ഉണ്ടാവില്ല. സമാധാനവും ശാന്തിയുമാണ് മനുഷ്യൻ എന്നും തേടിയിരുന്നത്. എല്ലാ പുരോഗതിയുടെയും പെർഫെക്ഷൻ എന്ന് പറയുന്നത് സമാധാനവും ശാന്തിയുമാണ്. എല്ലാ സ്വാതന്ത്ര്യത്തിന്റെയും അടിത്തറയായി വർത്തിക്കേണ്ടതും സമാധാനവും ശാന്തിയുമാണ്. ജനങ്ങൾക്കിടയിൽ അവിശ്വാസം നിലനിൽക്കുന്ന ഒരു നാട്ടിൽ ഒരിക്കലും ശാന്തി പുലരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല. മതം, ജാതി ഇതൊന്നും വിഭാഗീയതകളായിട്ടല്ല വർത്തിക്കേണ്ടത്. എല്ലാം എങ്ങനെയാണ് സൗഹൃദത്തിന്റെ പുതിയ ഭൂമികകൾ സൃഷ്ടിക്കാൻ ഉതകുക എന്നതിനെ സംബന്ധിച്ച ആലോചനകളാണ് നമ്മളുടെ രാജ്യത്ത് നടക്കേണ്ടത്. ഒരുപാട് മതങ്ങളും വിശ്വാസങ്ങളും നമ്മളുടെ നാടിന്റെ ശാപമല്ല. അത് നമ്മളുടെ രാജ്യത്തിന്റെ സമൃദ്ധിയാണ്. സാംസ്കാരികമായ ഔന്നിത്യത്തെയാണ് അത് കാണിക്കുന്നത്. ലോകത്തൊരുപക്ഷെ ഇന്ത്യയിൽ നിലനിൽക്കുന്നത് പോലെ അത്രയും മതങ്ങളും വിശ്വാസങ്ങളും നിലനിൽക്കുന്നുണ്ടാവില്ല എന്നുറപ്പാണ്. ഇത്രയധികം മതങ്ങൾ എന്തുകൊണ്ടാണ് ഇന്ത്യയിലുണ്ടായത്, മറ്റു രാജ്യങ്ങളിൽ ഇല്ലാതെ പോയത്? ഇന്ത്യയുടെ വിശാല മനസ്കതക്കും ഇന്ത്യയുടെ
സൗഹാർദ്ദപൂർണമായ മാനസികാവസ്ഥക്കും ഇതിൽ പരം തെളിവ് മറ്റൊന്നില്ല എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. ആ സൗഹൃദവും ആ സ്നേഹവും നിലനിർത്തുവാൻ ഈ സ്വാതന്ത്ര്യ ദിനാഘോഷവും സ്വാതന്ത്ര്യദിന ചിന്തകളും നമുക്ക് പ്രചോദനമാകട്ടെ എന്നുള്ളതാണ് എന്റെ ആഗ്രഹവും അഭിലാഷവും. നിങ്ങളുമായി ആ ചിന്തയാണ് ഞാൻ ഈ ദിനത്തിൽ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. എല്ലാവർക്കും ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിന ആശംസകൾ ഹൃദയംഗമമായി ഞാൻ നേരുകയാണ്. രാജ്യപുരോഗതി, ജനങ്ങൾക്കിടയിലുള്ള ഐക്യം, ഇതൊക്കെ ഊട്ടിയുറപ്പിച്ച് മുന്നോട്ടു പോകുവാൻ ഈ സ്വാതന്ത്ര്യദിനം നമുക്ക് പ്രചോദനമാകട്ടെ എന്നുള്ളതാണ് എന്റെ എളിയ ആഗ്രഹവും പ്രാർത്ഥനയും.